വെൽക്കം ഗൈസ്, എല്ലാവർക്കും ബിഗ് സ്ക്രീനിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നടികൾ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നല്ലൊരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. ടൊവിനോ തോമസ് നല്ല രീതിക്ക് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ട്രെയിലർ കാണുമ്പോൾ നല്ലൊരു ട്രെയിലറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പടം മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ പടമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പടത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് നല്ല രീതിക്ക് വരാൻ ഈ ട്രെയിലറിൽ നല്ല രീതിയിൽ ചാൻസും കാണിക്കുന്നുണ്ട്. മൊത്തമായിട്ടുള്ള പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത് ഇൻസൈഡ് അപ്ഡേറ്റ് ആണ്, 40 കോടിയോളമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു കളർഫുള്ളും ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സും പടത്തിനുണ്ടെന്ന് നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ടൊവിനോ വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലാണ് ഇതിലെത്തുന്നത്. നല്ലൊരു പടമാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയാണ്. പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞു. സെൻസറിങ് U-ബാറാണ് പടത്തിന് കിട്ടിയിരിക്കുന്നത്. ക്ലീൻ U-ബാർ A ആണ് പടത്തിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പടത്തിൻ്റെ റണ്ണിങ് ടൈമും നമുക്ക് അപ്ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. 2 മണിക്കൂർ 38 മിനിറ്റാണ് പടത്തിൻ്റെ ഒരു റണ്ണിങ് ടൈം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബുക്കിംഗാണ് പടത്തിൻ്റെ ആ ഒരു ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ തന്നെ വരാനിരിക്കുന്ന ദിവസത്തെ ബുക്കിംഗ് ഇനിയും ശക്തമാവും തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പവി ദ കെയർ ടേക്കർ മൂവിയുടെയാണ്. എന്തായാലും നമ്മുടെ പവി കെയർ ടേക്കറിൻ്റെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം പടത്തിന് 1 കോടിക്ക് മേലെയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. സെക്കൻഡ് ഡേയിലും നല്ല ബുക്കിങ്സ് തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ കൗണ്ടും കൂടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്ക്രീൻ കൗണ്ട് കൂടിയത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ പടത്തിന് നല്ല കളക്ഷനും വരാൻ ചാൻസ് ഉണ്ട്. കാരണം വീക്കെൻഡാണ് വരുന്നത്. നാളത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് പടത്തിന് വലിയൊരു ഗ്രോസിലേക്ക് തന്നെ എത്തിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ദിലീപേൻ്റെ വളരെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഈ പടത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ബാന്ദ്രയ്ക്കും അതുപോലെ തങ്കമണിക്കും ശേഷം ദിലീപേട്ടൻ്റെ ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു നല്ല സിനിമ തന്നെയാണ് നമ്മുടെ പവി കെയർ ടേക്കർ. ഇതുപോലുള്ള ഫിലിമി അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യുക.